2025 ഏറ്റവും ബെസ്റ്റ് മെമ്മറി ഏതാണെന്ന് ചോദിച്ചാൽ ഒരു ഡൗട്ടും ഇല്ലാതെ എനിക്ക് പറയാം ആ നാട്ടിലോട്ട് പോയ ആ വെക്കേഷൻ തന്നെയാണെന്ന്. 3 വർഷത്തിന് ശേഷം കാനഡയിൽ നിന്ന് ആദ്യമായിട്ട് നാട്ടിലോട്ട് ഭയങ്കര ആശിച്ചും മോഹിച്ചും പോയൊരു യാത്രയായിരുന്നു അത്. ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് വാസ് ഞങ്ങൾ ഈ നാട്ടിലോട്ട് പോയ കാര്യം ഒരാളൊഴിച്ച് വീട്ടുകാരോടോ നാട്ടുകാരോടോ ഫ്രണ്ട്സിനോടോ ആരോടും ഷെയർ ചെയ്തില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടിൽ ചെന്ന് എല്ലാവർക്കും ഒരു സർപ്രൈസ് കൊടുക്കാനായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അതുമാത്രമല്ല ഞങ്ങൾ ഫാമിലി ഓഫ് 3 ആയിട്ട് ആദ്യമായിട്ട് ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നൊരു ട്രിപ്പും കൂടെയാണിത്. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, ദ ട്രാവൽ വാസ് വെരി ഹെക്റ്റിക്. 4 ഫ്ലൈറ്റ്സ് കയറി വേണമായിരുന്നു നാടെത്താൻ. ഫ്രം ഫോർട്ട് സെയിൻറ്റ് ജോൺ ടു വാൻകൂവർ, ദെൻ ടു ഹോങ്കോങ്, ദെൻ ബാംഗ്ലൂരു, ദെൻ കൊച്ചി. അങ്ങനെ എത്രയോ മണിക്കൂറത്തെ ഫ്ലൈയിങ്ങിന് ശേഷം ഞങ്ങൾ ബാംഗ്ലൂർ എത്തി. ലഗേജ് എല്ലാം കളക്ട് ചെയ്ത് ഇനി ഒരു ഫ്ലൈറ്റും കൂടെ കയറിയാൽ മതിയല്ലോ എന്നുള്ളൊരു ആശ്വാസത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അവിടെ 7 മണിക്കൂർ ലേ ഓവർ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒരു പുതിയ ലുക്കിലാണ് നാട്ടിലോട്ട് എത്താൻ വേണ്ടി റെഡിയായത്. നല്ലപ്പനാണെങ്കിലും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അവൻ ലാസ്റ്റ് ഫ്ലൈറ്റിലോട്ട് കയറാൻ നിൽക്കുന്നൊരു സീനായിരുന്നു ഈ കാണുന്നത്. നല്ലപ്പ എവിടെ പോവാ? നല്ലപ്പ എവിടെ പോവാ? നല്ല എവിടെ പോവാ? ആരെ കാണാൻ പോവാ? ആണോ? എക്സൈറ്റഡ് ആണോ? ഇന്ത്യ? ഓക്കെ. എക്സൈറ്റഡ് ആണോ? എക്സൈറ്റഡ് ആണോ? എന്താ പറയാനുള്ളത്? എക്സൈറ്റഡ് ആണോ? പേരൻസിൻ്റെ ഒക്കെ റിയാക്ഷൻ കാണാൻ വേണ്ടി ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് ഉറപ്പാണ് ഏതൊരു മലയാളിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട നിമിഷങ്ങളെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ലാസ്റ്റ് ഫ്ലൈറ്റിൽ കയറി നമ്മുടെ നാട്ടിലോട്ട് ലാൻഡ് ചെയ്യാൻ പോവാന്ന് തോന്നുന്ന ആ നിമിഷങ്ങളുണ്ടല്ലോ, അത് ഭയങ്കര സ്പെഷ്യലായിരിക്കും. ആൻഡ് ദിസ് മൊമെൻ്റ് ഈസ് ഐ ആം കമ്മിങ് ഹോം. അങ്ങനെ ഞങ്ങൾ കൊച്ചി എത്തി, ലഗേജ് എല്ലാം കളക്ട് ചെയ്തു. സർപ്രൈസായിട്ട് നാട്ടിൽ വന്നുകൊണ്ട് ഏറ്റവും വിഷമം തോന്നിയത് നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് പാരൻസ് ഒന്നും ഇല്ലല്ലോ എന്ന് ഓർത്തിട്ടായിരുന്നു. പക്ഷേ സർപ്രൈസ് കൊടുക്കുമ്പോൾ അതൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം ബ്രദർ നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. നല്ലപ്പനാണെങ്കിലും റെഡി ആയിട്ട് റോളായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. 2 വയസ്സുള്ളപ്പം കാനഡയിലേക്ക് വന്ന നല്ലപ്പൻ തിരിച്ച് 4.5 വയസ്സിലായിരുന്നു നാട്ടിലേക്ക് എത്തുന്നത്. അവൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കിച്ചുപാപ്പനെ കാണാനുള്ള ഓട്ടമായിരുന്നു അത്. അവർ കണ്ടപ്പോൾ ഉള്ള ആ ഒരു മൊമെൻറ്റും എനിക്ക് ഭയങ്കര പ്രഷ്യസ് ആയിട്ട് തോന്നി. അവർ തമ്മിലുള്ളൊരു ബോണ്ടും സ്നേഹവും എല്ലാം കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ ഞങ്ങൾ ലഗേജ് എല്ലാം കാറിലേക്ക് കയറ്റി നേരെ പോകുന്നത് നമ്മുടെ സ്വന്തം തൃശ്ശൂരിലേക്കായിരുന്നു. അങ്ങനെ നേരെ ഞങ്ങൾ വീട്ടിലെത്തി. അന്നേരം ഉണ്ടായ ഒരു നെഞ്ചിടിപ്പും സന്തോഷവും അതൊക്കെ വേറൊരു ലെവൽ തന്നെ ആയിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ എങ്ങനെയാണ് ഞങ്ങളുടെ ഈ വരവിനെ റിയാക്ട് ചെയ്തെന്നെല്ലാം അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.